ഹലോ നമസ്കാരം, താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു അടിപൊളി നാടൻ സ്റ്റൈലിലുള്ളൊരു ഫിഷ് നിർമ്മാണയുടെ റെസിപ്പിയുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇത് നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ളൊരു റെസിപ്പിയാണിത്. നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അയില മീനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ വലിയ അയിലയാണ്. അപ്പോൾ അത് ചെറുതാക്കിയൊന്നും കഷ്ണിക്കാതെ അത് മുഴുവനെപ്പോഴും തന്നെയാണ് ഞാൻ വറുത്തെടുക്കുന്നത്. അപ്പോൾ അത് നേരത്തെ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, കുരുമുളക് പൊടി, ഗാർലിക് പൗഡറൊക്കെ കൂടി ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് അതൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഫ്രിഡ്ജിൽ ഒരു 5-6 മണിക്കൂർ വരെ വെച്ചിരുന്നാണത്. രാവിലെ വെച്ചിട്ട് ഉച്ചയായപ്പോഴാണ് എടുത്ത് ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മളത് പാൻ ചൂടാക്കി വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് വേപ്പിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഈ മീനുകൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് 3 ഞാനിപ്പോൾ എടുക്കണത്. അപ്പോൾ അത് ചെറുതീയിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിമോളൊക്കെ കരിഞ്ഞു പോകുള്ളൂ, ഉള്ളു വേകില്ല. അപ്പോൾ ഇത് ഫുള്ളായിട്ടുള്ള മീൻ, കട്ടിയുള്ള മീനായ കാരണം ചെറുതിയിലിട്ടിട്ട് കുറച്ച് സമയം കൂടുതൽ നിൽക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് പതുക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഇനിയും വീഡിയോ ഇടാനുള്ള നമുക്കൊരു ഊർജ്ജം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ കമൻ്റ് ഇടാൻ ആരും മറക്കരുത്. അപ്പോൾ എനിക്ക് തിരക്കായിരുന്നു, ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ കൂടുതൽ ഇനിയും അധികം വീഡിയോകൾ ഇടാൻ ശ്രമിക്കാം. ഇനിയും കുറച്ച് ദിവസം കൂടി തിരക്കുണ്ട്, കല്യാണ തിരക്കുകളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ പേരുടെ വീഡിയോ ഒക്കെ കണ്ടെങ്കിലും കമൻ്റ് ഇടാനൊന്നും പറ്റാറില്ല. അപ്പോൾ എല്ലാവരും അതനുസരിച്ചൊന്ന് കമൻ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ മീൻ നന്നായിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് കുറച്ച് കൂടുതൽ സമയം വേണം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, തക്കാളി ഇത്രയും ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പാനിൽ വെച്ച് തന്നെയാണ് ഈ ഫിഷ് നിർവാണം ഉണ്ടാക്കണത്. അതിനുവേണ്ടി ഞാൻ പ്രത്യേകിച്ച് വേറെ ചട്ടിയിൽ ഇലയൊന്നും വെച്ചുണ്ടാക്കണല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിലൊക്കെ തേങ്ങാപ്പാൽ, കട്ടി തേങ്ങാപ്പാൽ തന്നെ വേണം, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ചെറുതായിട്ടൊരു ഉപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ചെറുതീയിൽ തന്നെയാണ് കിടക്കുന്നത്. പിന്നെ നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ആദ്യം ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, തക്കാളി ഇതൊക്കെ അതിൻ്റെ മീതെ സൈഡിലൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഈ തേങ്ങാപ്പാലിൽ കിടന്നൊന്ന് വാടിക്കഴിയുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് ഇതിന് കഴിക്കാൻ. അപ്പോൾ നമുക്ക് ഈ പാനിൽ വറുത്ത വെളിച്ചെണ്ണയും കൂടിയാകുമ്പോഴും നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നല്ല സൂപ്പർ ഫിഷ് നിർമ്മാണയുടെ റെസിപ്പിയാണ്. അപ്പോൾ മക്കൾക്കൊക്കെ ആയാലും അധികം എരിവില്ലാത്ത കാരണം ഇത് നല്ല ഇഷ്ടത്തോടുകൂടി അവർ കഴിക്കും. പ്രായമുള്ളവർക്കും കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് സർവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് ലഞ്ചിന് കഴിക്കാൻ, അല്ലെങ്കിൽ ചപ്പാത്തിയുടെയും നമുക്ക് ഡിന്നറിന്, ദോശ, പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് എന്നിട്ട് ഇതിൻ്റെ മീതെ കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. ഉപ്പില്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേ നല്ല അടിപൊളി ഫിഷ് നിർവാണം ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഗ്രേവിക്ക് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. സപ്പോർട്ട് ചെയ്യണ കാര്യം ആരും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ഇത് പൊടിയാതെയൊക്കെ മീൻ വറുത്ത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങാപ്പാലൊക്കെ ഈ മീനിലേക്ക്, മീനിൻ്റെ വിടവിലേക്ക് കൂടിയൊക്കെ ആഴ്ന്നിറങ്ങുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് വരുന്നത്. അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ ഞാൻ നേരത്തെ ഇട്ടേക്കണാറിന് പിന്നെ ഇടേണ്ട ആവശ്യമില്ല. പച്ചമുളകും തക്കാളിയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയൊക്കെ മാത്രം ഇട്ടാൽ മതിയാകും. അപ്പോൾ ഇതൊക്കെ ഇതിൽ കിടന്ന് വാടുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇരിക്കുമ്പോൾ ഞാൻ ഫിഷ് നിർവാണയുടെ വീഡിയോ ഒക്കെ കുറച്ച് നാൾക്ക് മുമ്പ്, 1 കൊല്ലം മുമ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഫിഷ് മോളിയുടെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണണമെന്ന് ആഗ്രഹമുള്ളവർ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അത് ഞാൻ മൺചട്ടിയിൽ ഇലയൊക്കെ വെച്ചിട്ടാണ് അത് ചെയ്തേക്കണത്. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി റെസിപ്പി ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി.